വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ് ചെയ്യുന്നത്. അങ്ങനെയായിട്ട് ഇതാണ് സാജീര. ഈ ജീരകം നമുക്ക് മസ്റ്റായിട്ടും വേണം നമ്മൾ ഹൈദരാബാദി ബിരിയാണിക്ക്. വളരെ നൈസായിട്ടുള്ളൊരു ജീരകമാണിത്, സാജീര എന്ന് പറയും. ഇത് നമ്മൾ റൈസിലും ചിക്കനിലും ഒക്കെ ചേർത്താണ് ഇത് കുക്ക് ചെയ്യുന്നത്. അപ്പോഴേ ആ ഒരു ഒതൻറ്റിക് ഹൈദരാബാദി ബിരിയാണിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ കഴിക്കുമ്പോഴേ ഓരോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ജീരകം വാങ്ങിയിട്ട് വേണം ഹൈദരാബാദി ദം ബിരിയാണി തയ്യാറാക്കാനായിട്ട്. ഇവിടെ ഞാനൊരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോണും ബോൺലെസ്സും എല്ലാം കൂടെ ചേർന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു 1/2 ടീസ്പൂൺ സാജീര, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ച് ചേർക്കാം. നിങ്ങൾ അരിഞ്ഞ് ഇടേണ്ട, ഒന്ന് ചതച്ചെടുക്കുക അല്ലെങ്കിൽ ആ പേസ്റ്റ് ചേർക്കുക. മല്ലിയില, അതുപോലെ തന്നെ പുതിനയില. നമ്മൾ ഇതിന് ഭയങ്കരമായിട്ട് പുതിനയില നമ്മൾ ഹൈദരാബാദി ബിരിയാണിക്ക് ചേർക്കുക. അപ്പോൾ നിങ്ങൾ മല്ലിയിലേക്കാളും ഒരല്പം കൂടുതൽ പുതിനയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഒരല്പം ജീരകം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഫ്രൈഡ് ഒനിയൻ. അപ്പോൾ ഞാനൊരു 3 ഒനിയൻ എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഹൈദരാബാദി ബിരിയാണിക്ക് നമ്മൾ പച്ച ഉള്ളിയല്ല എടുക്കുന്നത്, ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഉള്ളി ചേർക്കുന്നത്. 1/4 കപ്പ് തൈര്, 1 ടീസ്പൂൺ നെയ്യ്. അപ്പം നെയ്യ് കുറച്ച് കട്ട പിടിച്ചിരിപ്പുണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലോട്ട് ഇതുപോലെ ഒരു പട്ട, 3 ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക, 1 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ഈ ചിക്കൻ നമുക്ക് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പം നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പം നിങ്ങൾ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ തലേ ദിവസമേ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് രാവിലെ തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ ബിരിയാണിക്ക്. അപ്പം നമുക്കൊരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് 1 മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പം നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ റൈസിന് വെള്ളം വറ്റിച്ചെടുക്കുകയല്ല ചെയ്യണത്, റൈസ് നമ്മൾ ഊറ്റിക്കളയാണ് ചെയ്യുന്നത്, വാർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ വെള്ളം തിളച്ച് വരുമ്പോഴേ അതിലോട്ട് ഇതുപോലെ 2 പീസ് പട്ട, നമ്മളെ ബേ ലീഫ്, വാഗയില എന്ന് പറയും, ഞങ്ങൾ തെരളിയില എന്ന് പറയും, അതുപോലെ തന്നെ ഇതുപോലെ 2 പട്ട, അതായത് ഒരല്പം സാജീര, ഏലക്ക, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഇത്രയും കൂടെ നമ്മൾ നല്ല തിളച്ച് വരുമ്പോഴേ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ ആവശ്യത്തിന് നമ്മുടെ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനപ്പോൾ അതിൽ പട്ടയും അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി റൈസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു 3 കപ്പ് ബസ്മതി റൈസ് കഴുകി ചേർക്കുന്നുണ്ട്. ഞാനത് ഓൾറെഡി വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് കഴുകി അങ്ങ് ഇടുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ റൈസ് ഒരു 70% കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് എടുത്ത് മാറ്റണം വെള്ളത്തിൽ നിന്ന്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് 70% നമ്മൾ ചോറ് വെന്താൽ മതി. ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഇത്രയ്ക്ക് വേണ്ടി പുതിനയിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കണം. അപ്പോൾ റൈസിലും അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ് നമ്മൾ ആ മല്ലിയിലയും പുതിനയിലയും ഇതിലോട്ട് ചേർത്തത്. ഞാൻ ഇവിടെ അതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് ചേർക്കുമ്പം റൈസ് പരസ്പരം ഒട്ടി പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാം. നമുക്കതുപോലെ തന്നെ നാരങ്ങ നീരും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ഹൈദരാബാദി ഈ ബിരിയാണി നമ്മൾ ആവശ്യത്തിന് ചിക്കനിൽ തന്നെ ഒരുപാട് തൈരും അതുപോലെ തന്നെ ലെമണും ഒക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ റൈസിലോട്ട് ഗീ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
റൈസ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് 70% ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ 70% ചോറ് വെന്തിട്ട് നമ്മൾ ബാക്കി 30% നമ്മളിത് കുക്ക് ചെയ്യണത് ചിക്കൻ്റെ കൂടെ ഇട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 70% മാത്രം ഇത് വെന്ത് കിട്ടിയാൽ മതി എന്ന് പറയുന്നത്. നമ്മുടെ റൈസ് ഒരു 70% കുക്കായിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. നമ്മളിങ്ങനെ ഒരു റൈസ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് പൊട്ടി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു 70% കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിനെ ഇങ്ങനെ വാർന്നെടുക്കാം. ഞാൻ നമ്മൾ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമ്മൾ ആ ചിക്കൻ്റെ മേലോട്ട് നമ്മൾ ഈ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ആ ചോറെല്ലാം ഇതിൻ്റെ നമ്മൾ ചിക്കൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും ഇതുപോലെ പുതിനയില, അതുപോലെ തന്നെ കുറച്ച് ഫ്രൈഡ് ഒനിയൻസ്, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് നെയ്യ്, ഒരു 2 ടീസ്പൂൺ നെയ്യ്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഉണ്ടെങ്കിൽ യെല്ലോ കളർ ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി ഞാൻ ഒഴിക്കുന്നുണ്ട് ഒരു യെല്ലോ കളറ് കിട്ടാനായിട്ട്. അതല്ലെങ്കിൽ കുങ്കുമപ്പൂവ് കുറച്ച് പാലിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനനുസരിച്ച് ചെയ്യണം. കളറിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ കുങ്കുമപ്പൂവ് അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കി ഇങ്ങനെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുക എന്നതാണ്. ഒന്നുകിൽ നിങ്ങൾ ഇതൊരു ഡക്കൺ വെച്ച് അടച്ചിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് മൈദ മാവ് കുഴച്ചിട്ട് ഇതുപോലെ സൈഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു സിൽവർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് എയറൊന്നും പോവാതെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിനകത്തൂടെ ആവിയൊന്നും പോവില്ല. നന്നായിട്ട് ഞാൻ അതിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ മുകളിൽ ഇതുപോലെ ഓരോ ഡക്കണുകൾ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. വെള്ളമൊന്നും എന്താ പറയുക അടിയിലൊന്നും പിടിക്കുമെന്ന് നിങ്ങൾ പേടിക്കുകയേ വേണ്ട. കാരണം ചിക്കൻ്റെ വെള്ളം കൊണ്ട് ചിക്കൻ നന്നായിട്ട് കുക്കായിക്കോളും. അപ്പോഴത്തേക്ക് നമ്മളെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാകും ആ ഒരു 10 മിനിറ്റ് കൊണ്ട്. 8 to 10 അതാണ് ഇതിൻ്റെ ടൈമിങ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് നമ്മളെ ബിരിയാണി കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടല്ലോ, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി താത്ത് ഇതുപോലെ ചിക്കൻ ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ നല്ല മണം വരുന്നുണ്ട്. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതായിട്ട് നമുക്കിനി ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ബിരിയാണി ഒരു ബൗളിലോട്ട് മാറ്റാം. നല്ല അടിപൊളി മണവും രുചിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്വാദും നല്ല ടേസ്റ്റുമാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം. അതുവരത്തേക്കും എല്ലാവർക്കും ബൈ. ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.